ജെയ് അഡ്വാൻസ് 2026 റിസൾട്ട് വന്നപ്പോഴത്തേക്കും ലിറ്ററലി പറഞ്ഞ സൈലം തൂക്കി എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. ഇത്രയും നാളും സൈലത്തിനെ കുറിച്ചുള്ള പരാതി സിംഗിൾ ഡിജിറ്റ് റാങ്കിൽ നിന്നായിരുന്നു. ജെയ് മെയിൻ എത്തിയപ്പോൾ സിംഗിൾ ഡിജിറ്റ് റാങ്ക് 8-9 എത്തി. അപ്പൊ പരാതി 1 മുതൽ 5 വരെ ഇല്ലാന്നായിരുന്നു. 1 മുതൽ 5 വരെ ഇല്ല എന്ന് പറഞ്ഞവരോട് 3-ാം റാങ്ക് തന്നെ തൂക്കിയിരിക്കുകയാണ് സൈലം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത് കേരള റാങ്ക് 3rd ആണ്, സീരിയൽ നമ്പർ അല്ല. അപ്പൊ അത് പ്രത്യേകം എനിക്ക് പറയണം. ഇനി മുതൽ സൈലത്തിന്റെ റിസൾട്ട് കൂടെ പരിഗണിക്കണം നിങ്ങൾ. കേരള റാങ്ക് പറയുമ്പോഴത്തേക്കും പലരും 1, 2, 3, 4, 5, 6, 7, 8, 25 വരെയൊക്കെ എഴുതി വെക്കും. അത് സീരിയൽ നമ്പറാണ്. അതിനിടയിൽ കേരള റാങ്ക് അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവിടെ കേരള റാങ്ക് ഒന്നും ഉണ്ടാവില്ല, സീരിയൽ നമ്പർ പോലെ എഴുതും. അപ്പൊ അത് കേരള റാങ്ക് 3ാമത് ഇവിടെയാണ്. 628 ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത്. 2 വർഷം സൈലത്തിൽ പഠിച്ച ആള് തന്നെയാണ്. അപ്പൊ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന ആളാണ്. ഓഫ് കോഴ്സ് ദേവാണ് എന്ത് ചെയ്ത് ഫസ്റ്റ് സൈലത്തിലെ ടോപ്പർ എന്ന് പറയുന്നത്. കേരള റാങ്ക് 3rd സൈലം എത്തിയിരിക്കുകയാണ് മക്കളെ. വളരെ സന്തോഷമുണ്ട്. കാര്യം 4ാമത്തെ വർഷം ചരിത്രത്തിൽ ഒരു പ്ലാറ്റ്ഫോമും കേരളത്തിൽ 4 വർഷം കൊണ്ട് ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്കിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അതിൽ ജെയ് മെയിനിൽ സിംഗിൾ ഡിജിറ്റ് റാങ്ക് എത്തുന്ന കൂടാണ്ട് അഡ്വാൻസിലും നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ 5 റാങ്കിൽ, ആദ്യത്തെ 3 റാങ്കിൽ 3ാമത്തെ റാങ്കിലേക്ക് നമ്മൾ എത്തി. ഇതൊരു നമുക്ക് ആരംഭിക്കലാമാന്ന് ഇപ്പൊ ഇക്ബാൽ സാർ വരാൻ കാത്തിരിക്കുകയാണ്. ഞാൻ ഇക്ബാൽ സാർ പറയുമായിരിക്കും ഇതൊരു തുടക്കം മാത്രമാണ്. കാര്യം 2027 ഈ ഒരു കാര്യം നമ്മൾ ആവർത്തിക്കും. ഇതിനേക്കാൾ ബെസ്റ്റ് റിസൾട്ട് നമ്മൾ ജെയിൽ ഇനിയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാര്യം ഓരോ വർഷം സൈലത്തിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാം. അത്രയധികം എഫേർട്ട് നമ്മൾ എടുക്കുന്നതിന്റെ റിസൾട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഈ പറയുന്ന പോലെ ഡബിൾ ഡിജിറ്റിലേക്കും സിംഗിൾ ഡിജിറ്റിലേക്കും ഒക്കെ എത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ സൈലത്തിൽ വേറെയും ഉണ്ട്. അവരെയൊക്കെ ഞാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് കാണിക്കുകയാണ്. പേര് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ നോക്കാം. ഓരോരുത്തരെയായിട്ട് ഞാൻ സമയം അതിലേക്ക് കൂടുതൽ കൊടുക്കാതെ ഞാൻ എത്തുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ആളുകൾ ഇവിടെ IIT ക്രാക്ക് ചെയ്ത ആളുകളാണ് ഈ വർഷം. ആൻഡ് IITയിലേക്ക് 30 IITians സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ്. 30 IITians ഇപ്പൊ നിങ്ങൾ കണ്ട സ്ക്രീനിലുള്ള എല്ലാ ആളുകളും IIT ക്രാക്ക് ചെയ്തിട്ട് IITയിലേക്ക്, അതായത് സൈലത്തിൽ നിന്ന് IITയിലേക്ക് പോകുന്ന ആളുകളാണ്. എനിക്ക് ഇക്ബാൽ സാർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, സാർ June 1 IIT റിസൾട്ട് വരിക, June 2 സാറിന്റെ ബർത്ത്ഡേ ആണ്, 30 വയസ്സാവുക സാറിന്. 30 വയസ്സിൽ 30 IIT സാറിന് ഞാൻ ഇത്തവണ നൽകിയിരിക്കുന്നു സാറ് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് സാർ എന്ത് ചെയ്തിരിക്കുകയാണ്, പാലിച്ചിരിക്കുകയാണ്. സാർ ഇവിടെ ഉണ്ട് എന്റെ കൂടെ. 30 IITiansന് സാറ് എനിക്ക് തരുമെന്ന് പറഞ്ഞ ആ സന്തോഷവും കൂടിയാണ്. അതിൽ കേരള റാങ്ക് 3rd ഉണ്ട്. സാർ എന്താണ് പറയാനുള്ളത്? ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മുടെ കഴിഞ്ഞ വർഷം ജെയ് അഡ്വാൻസ് റിസൾട്ട് വന്നപ്പോൾ ഓൾ ഇന്ത്യ 6000 റാങ്ക് ആയിരുന്നു. പിന്നെ 1000-നുള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ കേരള ടോപ്പ് സിംഗിൾ ഡിജിറ്റിലേക്ക് എത്തിക്കായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ നമ്മള് ഓൾ ഇന്ത്യ 600 റാങ്കിലേക്ക് എത്തി. നമുക്കറിയാം കേരളത്തിൽ മുഴുവൻ ഓൾ ഇന്ത്യ 1000 റാങ്കിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ വിരലെണ്ണാവുന്ന ആളുകളെ ഉണ്ടായിട്ടുള്ളൂ. മാക്സിമം എത്ര പേര് സാർ? 4 പേര് 5 പേര്? അല്ല, ഇപ്രാവശ്യം ഒരു 6-7-8 പേരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാൽ പോലും നമ്മള് കേരളത്തിൽ 1000 പേരിനുള്ളിലാണ് ഈ പറഞ്ഞ ഇത്രയും നമ്പേഴ്സ് എത്തുന്നത്. പിന്നെ നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള ടാർഗറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, അടുത്ത വർഷം ഓൾ ഇന്ത്യ 100 റാങ്കിനുള്ളിലേക്ക്, അതുപോലെ കേരള ഫസ്റ്റ് റാങ്കിലേക്കായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവും. ഓൾ ഇന്ത്യ ടോപ്പേഴ്സിലേക്ക് ഞങ്ങൾ ഇനി എത്തിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഓഫ് കോഴ്സ് കേരള ടോപ്പറായി മാറുകയും ചെയ്യും. 30 പേരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് മക്കളെ. 30 പേരെ വെച്ച് നാളെ എന്റെ ബർത്ത്ഡേ ഞാൻ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതെ, അതുപോലെ നമുക്കറിയാം ഓരോ വർഷവും സൈലത്തിന്റെ റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ആദ്യത്തെ ഒരു IIT എന്ന് പറഞ്ഞാൽ IIT കാൺപൂർ ഒരു കുട്ടി ജോയിൻ ചെയ്തു. പിന്നെ അതിനുശേഷം ഇന്ത്യയിലെ ടോപ്പ് 5 IITകളിലും സൈലത്തിന്റെ ആളുകളുണ്ട്. ഇനി ഇന്ത്യയിലുള്ള എല്ലാ IITകളിലും ആളുകളുണ്ടാവും. ആൻഡ് അടുത്ത വർഷം നമ്മൾ അതിന്റെ എണ്ണം കൂട്ടി കൊണ്ടുവരിക എന്നുള്ളത്. 100-200 പേരാ കേരളത്തിൽ നിന്ന് പോകുന്നത് IITയിലേക്ക്. അതില് 30ഓളം പേര് സൈലത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. ഓരോ വർഷവും എണ്ണം എന്ത് ചെയ്യും, കൂട്ടി തന്നെ വരും. കാര്യം ഞങ്ങൾ അത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ടാണ് ഞങ്ങൾ ഒരു മാർക്ക് ക്രൈറ്റീരിയയും ഇല്ലാതെ കുട്ടികളെ എടുത്ത് റിസൾട്ടിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് സൈലം. അത് ഞങ്ങൾ ഇനി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ആൻഡ് അതിൽ ഏറ്റവും സന്തോഷമായിട്ട് പറയേണ്ട കാര്യം, ഹൈബ്രിഡ് ബാച്ച് ഫോർ റിപ്പീറ്റേഴ്സ് ജെയ് 2027 നമ്മൾ ഈ പറയുന്ന റിപ്പീറ്റേഴ്സിന് വേണ്ടിയുള്ള ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സൈലത്തിന്റെ ആ ഒരു കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം 6009100300 എന്ന്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഓൺലൈൻ റിപ്പീറ്റേഴ്സും നിങ്ങൾക്ക് എന്താണ്, നിങ്ങളിപ്പം ചിലപ്പോൾ ചില സ്കൂളിലുള്ള കുട്ടികളായിരിക്കും, അവർക്ക് റിപ്പീറ്റർ ബാച്ചിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകാം. വേറെ സെന്ററുകളിൽ പഠിക്കുന്ന, അല്ലെ വീട്ടിലിരുന്ന ഒരു കംഫർട്ട് സോണിൽ പഠിക്കേണ്ട ആളായിരിക്കും. ഇപ്പൊ ഇതിനകത്ത് ഓൺലൈനിൽ പഠിച്ച ആളുകളുണ്ട്. അപ്പൊ ഓൺലൈനിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ ആ ഓൺലൈൻ ബാച്ചിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അവിടെ നിങ്ങൾ 6009100300 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. കൂടാണ്ട് നമ്മൾ ഒരു അഡ്വാൻസ് ബാച്ച് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടുന്നതാണ്. അതിന്റെ നമ്പറും കൂടെ വേണമെങ്കിൽ ഞാനൊന്ന് കൊടുക്കാം സാർ. അഡ്വാൻസിന് ഇവർക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു നമ്പറും കൂടെ വേണമെങ്കിൽ ഞാൻ അഡ്വാൻസിന്, അതായത് എക്സ്ക്ലൂസീവ് അഡ്വാൻസ് ബാച്ചസിൽ മാത്രം നിങ്ങൾക്ക് ചേരണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ അവിടെ ഒരു നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ കൊടുത്തേക്കാം. 77 വൈറ്റ് എടുക്കാം. യെസ്, ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. 7736
104-200 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. അഡ്വാൻസ് മാത്രം ക്ലാസ്സുകൾ വേണമെങ്കിൽ, അഡ്വാൻസ് ബാച്ചിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ജനറലി നിങ്ങൾക്ക് സൈലത്തിന്റെ റിപ്പീറ്റർ ബാച്ചിൽ ഒന്നേന്ന് പഠിച്ചു തുടങ്ങാൻ തന്നെയുള്ള ആളുകളാണെങ്കിൽ ഈ നമ്പറിൽ 6009-100-300 എന്ന നമ്പറിൽ വിളിക്കാം. വളരെ സന്തോഷമുണ്ട്. ആഘോഷങ്ങൾ നിങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ. NS മാം ഇവിടെ ഉണ്ട്. NS മാം എന്താണെന്ന് പറയാനുള്ളത് മാമിന്? ഒന്നുമില്ല, നമ്മൾ കഴിഞ്ഞ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ കുട്ടികളെല്ലാരും മനസ്സിലാക്കേണ്ടത് വി ആർ ഹാവിംഗ് എ വിഷണറി പ്ലാൻ. ആ പ്ലാന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിൽ നമ്മൾ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ പ്ലാൻ അല്ല ഓഫ് കോഴ്സ് ഈ വർഷം നമ്മൾ ചെയ്യുക. അതിൽ കൂടുതൽ റാങ്കുകൾ ഉണ്ടാക്കുന്ന, കൂടുതൽ നവീകരിച്ചുകൊണ്ടുള്ള പ്ലാൻ. എനിക്ക് തോന്നുന്നു ഇപ്പൊ AI കാലഘട്ടത്തിൽ ഇത് മാറിക്കൊണ്ടിരിക്കുന്ന പോലെ ഏറ്റവും നന്നായിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് സൈലം തന്നെയാണ്. സോ അടുത്ത വർഷം ഇതിനേക്കാളും നമ്മൾ അടിപൊളിയാക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെ റിസൾട്ട് സംസാരിക്കട്ടെ. അതുപോലെ എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഇന്റഗ്രേറ്റഡ് പല പല സ്കൂളുകളിൽ നിന്ന് നമുക്ക് റിസൾട്ടുകളുണ്ട്. ഓക്കെ, മൾട്ടിപ്പിൾ സ്കൂളുകളുണ്ട്, അതിൽ നിന്നൊക്കെ റിസൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ധീര ബാച്ചിൽ റിപ്പീറ്റ് ചെയ്യാൻ ജോയിൻ ചെയ്യുന്ന ആളുകൾ ആദ്യം ഒന്നേ നിന്ന് പഠിച്ചു തുടങ്ങുകയാണ്. എന്നിട്ട് ജെയ്മെയിൻ ജനുവരിയിൽ ജെയ്മെയിൻ ക്രാക്ക് ചെയ്ത് IIT അഡ്വാൻസിലേക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡ്വാൻസിന്റെ കോച്ചിങ് കിട്ടും. അങ്ങനെ ബാച്ചിൽ പഠിച്ചിട്ടും IIT എത്തിയ കുട്ടികളും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കണം, നമ്മളെ എല്ലാ ബാച്ചുകളിലും റിസൾട്ട് ഉണ്ട്. ഇന്റഗ്രേറ്റഡ് ആയിക്കോട്ടെ, ബാച്ച് ആയിക്കോട്ടെ, സ്പെഷ്യൽ ആയിട്ടുള്ള അഡ്വാൻസ് ബാച്ച് ആയിക്കോട്ടെ, ഇതിലെല്ലാത്തിലും നമുക്ക് റിസൾട്ടുകൾ ഉണ്ടെന്നാണ് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം. അപ്പൊ ഒരു കമ്പൈൻഡ് ആയിട്ട് എല്ലാവരുടെയും കൂടെ ഒരു മ്യൂച്വൽ എഫേർട്ടിലാണ് ഇത്രയും റിസൾട്ടിലേക്ക് എത്തിയത്. ഇനിയുള്ള വർഷങ്ങളിൽ ഇതിൽ കൂടുതൽ റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും അല്ലേ NS മാം? അല്ലേ ഇക്ബാൽ സർ? അപ്പൊ നമ്മുടെ ഒരു കമ്പൈൻഡ് എഫേർട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഇതാണ് റിസൾട്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും നല്ല റിസൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷം കൂടെ പങ്കുവെക്കുകയാണ്. അപ്പൊ താങ്ക് യു വെരി മച്ച്. അടുത്ത ബാച്ചിൽ നമുക്ക് കാണാം. താങ്ക് യു.